പെണ്ണിൻ്റെ ആരോഗ്യം നോക്കണം കേട്ടോ. ആയൊക്കെ നല്ല തീറ്റ കൊടുത്തതിന് ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പോൾ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ല ചെയ്താൽ അത് കുളിച്ചാൽ പോകുന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. സോഷ്യൽ മീഡിയ വഴി സ്നേഹം വാരിക്കോരി കൊടുത്ത് ഒരു 100ഓളം പെൺകുട്ടികളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വളച്ചെടുത്ത് അവരെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. തിരൂരുള്ള നിഷാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി 100ഓളം പെൺകുട്ടികളെ, അത് പ്രായഭേദമന്യേ, അതായത് ചെറിയ പെൺകുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കൊണ്ട് ഒലിപ്പിച്ച് വളച്ചെടുത്ത് അവരെ യൂസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും മാക്സിമം ഊറ്റാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഊറ്റിയെടുത്ത് പിന്നെ അവരുടെ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഉമ്മേനെ വെച്ച് ചീത്ത വിളിപ്പിച്ച് ആട്ടി ഓടിക്കുന്ന ഒരു നിഷ്കളങ്കനായ ഒരു യൂട്യൂബർ. എങ്ങനെയുണ്ട്? ആൾ ഭയങ്കര കെയറിങ് ആണ്. കെയറിങ് ഏട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, പെൺകുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, പെൺകുട്ടികൾക്ക് ആർക്ക് എന്തൊരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും ഏട്ടായി കൂടെയുണ്ട്. കൂടെ നിന്ന് ഇങ്ങനെ വിഷമം ഇങ്ങനെ മാറ്റിയിട്ട് അവസാനം അവർക്ക് സ്നേഹം വാരി കൊടുത്ത് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഊറ്റാനുണ്ടെങ്കിൽ ഊറ്റിയെടുത്ത് പിന്നെ ചവറ് പോലെ പുറന്തള്ളും. ഇതാണ് ഏട്ടായിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏട്ടായി അവസാനം ഏതായാലും പോലീസ് പൊക്കിയിട്ടുണ്ട്. പക്ഷെ പോലീസ് പൊക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK-യിലുള്ള ഒരു ഡോക്ടർ, ഈ ഡോക്ടറുടെ അടുത്ത് ഈ ചങ്ങായിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാനെല്ലാം തുടങ്ങും. അയ്യോ എനിക്ക് ഭയങ്കര മാനസിക പ്രശ്നമാണ്, എനിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു പോയി. അതായത് പണ്ട് മുതൽ, അതായത് ഫോൺ കണ്ടുപിടിച്ച അന്ന് മുതലുള്ള ഈ ആണുങ്ങളുടെ മെയിൻ പരിപാടി ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് UK-യിലുള്ള ഡോക്ടറോട് പറയുകയാണ്, ഒരു സൈക്കാട്രിസ്റ്റുമായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനോട് പറയുകയാണ്, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, ഞാനിങ്ങനെ ഒരു ബ്രേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു കെയറിങ് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്നുള്ള സെറ്റപ്പിൽ അതെല്ലാം പറഞ്ഞ് ഇത് കണ്ട നമ്മുടെ ഡോക്ടർക്ക് ആകെ മനസ്സലിവ് തോന്നുകയാണ്. അങ്ങനെ ഇവരെ സഹായിക്കാം എന്നുള്ള രീതിയിൽ ഫോണെല്ലാം വിളിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഇവർ തമ്മിലൊരു കണക്ഷനായി കഴിഞ്ഞപ്പം പ്രേമം തോന്നുമല്ലോ. അങ്ങനെ പ്രേമമൊക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ചങ്ങായി അടുത്ത ഒരു അടവ് ഇറക്കുകയാണ്. അതായത് ഒരു 5 ലക്ഷം രൂപ വേണം ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജീവിക്കേണ്ട ഭാവി സുരക്ഷിതമാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു 5 ലക്ഷം രൂപ വേണം എന്ന് പറയുകയാണ്. അപ്പം ഡോക്ടർ സ്നേഹമാണല്ലോ, അപ്പോൾ ഡോക്ടർ ഈ 5 ലക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം നോക്കുന്ന സമയത്താണ് കുറേ ഇങ്ങനെ ഇവരുടെ വീഡിയോ എല്ലാം കാണുമ്പോഴാണ് ഡോക്ടർക്ക് ഒരു ഡൗട്ട്, ഇവരൊന്നും ഇങ്ങനത്തെ വീഡിയോ എല്ലാം ഇടുന്നത്. വീഡിയോ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെ വളയ്ക്കാം. ഒരു ഉദാഹരണം ഇത് കണ്ടു നോക്ക്. മഴയത്തെ തണുത്ത് നിറച്ചിട്ട് ബൈക്കിൽ കെട്ടിപ്പിടിച്ചുള്ള പോകുന്നുണ്ടല്ലോ, ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഒരു ചൂട് തട്ടാണ്ട് എൻ്റെ പൊന്നേ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ എങ്ങനെ വളയ്ക്കാമെന്നൊക്കെയുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ ഈ പറയുന്ന ഡോക്ടർ കണ്ടു. അങ്ങനെ ഡോക്ടർക്ക് ഡൗട്ട് തോന്നിയിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ഇവരുടെ ഈ പറയുന്ന കോൺടാക്ട് ലിസ്റ്റ് എടുത്തു. അതായത് ഇൻസ്റ്റാഗ്രാമിലെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് അതിൽ 1-2 പേരുമായിട്ടൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ചങ്ങായി ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. അതായത് എല്ലാ പെൺകുട്ടികളെയും ഇങ്ങനെ വിളിച്ച്, അതിന് കല്യാണം കഴിഞ്ഞെന്നോ കല്യാണം കഴിയാത്തതെന്നോ പ്രായം കുറവെന്നോ പ്രായം കൂടുതലെന്നോ അങ്ങനെയൊന്നുമില്ല, വിളിച്ച് സ്നേഹം വാരിക്കൊടുത്ത് അവരുടെ നിന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങി അങ്ങനെ നടക്കുന്ന ഒരു ചങ്ങായിയാണ് ഈ പുള്ളിക്കാരത്തി അറിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തി വേറെ രീതിയിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഗട്ട്സ് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നിയതാണ്, അതിൻ്റെ പേരിൽ പൈസ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് ഈ പറയുന്ന ഡോക്ടർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ വിരുദ്ധൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ വിരുദ്ധൻ എന്ന് പറയുന്നത് ഇത് എല്ലാവരുടെ അടുത്തും എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇതിൽ പല പെൺകുട്ടികളും എന്താ പറയുക പെട്ടുപോയവരുണ്ട്. പിന്നെ ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടി നടക്കുന്ന കുറച്ച് ടീം ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെയുള്ളവന്മാരെ, അതായത് കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഖം, ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ പോകുന്നത്, അങ്ങനെയുള്ളവരും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ ഇതിൽ പെടുത്തുകയേ വേണ്ട. ഓക്കെ,
ബാക്കിയുള്ള ഇതേപോലെ ആത്മാർത്ഥ സ്നേഹമാണെന്നൊക്കെ വിചാരിച്ച് ഇതിൽ പെട്ടുപോയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇതാണ് പുറത്ത് പറയാനും പറ്റൂല. കയ്യിൽ നിന്നാണ് പൈസ പോവുകയും ചെയ്തു, ഇവനാണ് പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവനോ ഇവൻ്റെ വീട്ടുകാരോ വന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടീൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ആത്മഹത്യേൻ്റെ വക്കിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയുള്ള പെൺകുട്ടികൾ മിണ്ടാതെ ഇരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ 100ഓളം പെൺകുട്ടികളെ ഇവൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും 1, 2, 3 പേര് മാത്രമേ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്നറിയോ? ഇവൻ ലൈവായിട്ട് വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ പറയുന്ന പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഇതിന് സപ്പോർട്ടായിട്ട് ഇവൻ്റെ സ്വന്തം മാതാശ്രീ. ഈ മാതാശ്രീൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾ എന്തായാലും കണ്ടേ മതിയാവുള്ളൂ. ഈ മാതാശ്രീൻ്റെ ഈ പെർഫോമൻസിൻ്റെ ബാക്കിലുള്ള കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചങ്ങ ഇതേപോലെ ഒരു പെൺകുട്ടിയായിട്ട് സെറ്റായി. എന്നാൽ സെറ്റായിട്ട് അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ആയി. ഓക്കെ, എന്തോ പൈസേൻ്റെ പേരും പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്, പ്രശ്നമാണ്. അപ്പം ഈ പെൺകുട്ടിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ്. അപ്പോൾ ഈ ഉമ്മ ഇടപെടുകയാണ് ഈ ഒരു കേസിൽ. അതായത് നീ അധികം കളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതെല്ലാം പറയും. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പം പെൺകുട്ടി കേസും കൊടുക്കൂല, ഇതൊന്നും മിണ്ടാണ്ട് പായുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചങ്ങായിൻ്റെ ഉമ്മേൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അല്ലാണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി കൊണ്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. രാത്രി മതിലായിരുന്നു, എനിക്ക് എന്തിനാ ഇവിടെ റൂം എടുത്തുകൊണ്ടേണ്ട ആവശ്യം? എന്താ പ്രാന്തോ? മാസം 3 പ്രാവശ്യം മതിലായിരുന്നു, എനിക്ക് എന്താണ് അല്ലൊക്കെ റൂം എടുത്തുകൊണ്ടേണ്ട ആവശ്യം? ഇതൊക്കെ സത്യമാണോ ബ്രോ? ലൈവിൽ അത് അവൾക്ക് പ്രാന്ത്, അവള് പറയാ അവളെ റൂം എടുത്തോണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വളരെ കാര്യം ഇവിടെ പറഞ്ഞുതരാം. എന്റെ കാമുകനല്ലോ ഒരു പ്രവാസി അല്ലേ? തൊല വർത്താനം പറയടി. ബാപ്പി എങ്ങനെ നടക്കുന്നത് നോക്കടി. അതിനെ കഴിച്ചു വിട്ടിക്കല്ലേ? അതിന് വേണ്ടാന്ന് വിചാരിക്കുമ്പോ വീണ്ടും വീണ്ടും ഞങ്ങളെ കുടുംബത്തിനെ മൊത്തത്തിൽ യജമാനം കെട്ടിയ ഇത് എന്താ വിചാരിച്ചത്? നിങ്ങളെ പോലെ ഇതാണ് ഞങ്ങളിന്നാ തൊല വർത്താനം പറയണ്ടേ? ഞങ്ങൾക്ക് വേറെ വല്ല പ്രാന്ത് മരം പാപ്പഴം വെച്ച് തങ്ങൾക്ക് ഇടാൻ വേണ്ടി തന്നെ നിർത്തി കെട്ടോലെ. ഇതിന് മുന്നേ ഒരു വളരെ പ്രശ്നമായിട്ട് വന്നേ. അതിന് ആൾക്കാർ ഉണ്ട്, ഒരു പ്രവാസിന്റെ മുബഷീർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ആ ആളെ ഞങ്ങൾ എന്തായാലും പിടിക്കേണ്ടി ചെയ്യും. നിങ്ങളെല്ലാരും നിങ്ങളെ 4 ആൾ ഞങ്ങൾ പിടിക്കും. കത്തലിന്റെ ഒരു പ്രവാസി എന്തേ കുടുംബത്തിനെ മൊത്തത്തിൽ മാനം കെട്ടി അസുഖമാണ് എനിക്ക്. ഒരു നല്ലൊരു നോക്കണ മാപ്പിള എന്റെ മോനെ പിടിച്ചു വെച്ചിട്ട് ഞങ്ങളെ കുടുംബം മുഴുവൻ മൊത്തത്തിൽ ഇത് മാനം കെട്ടി. ഓക്ക് പ്രാന്താണ്. അത് മെയിൻ്റെ കൊടുക്കണ്ട, ചെല്ലി പോണ നിലമ്പൂർ പോലീസുകാർക്ക് ഒക്കെപ്പാടുള്ള കോളേജ് ഞങ്ങൾ തരാൻ നിൽക്കണത്. വൃത്തിയാണ് ഇരുന്ന് പറയാ അതിന്റെ കുടുംബം എന്താണ് ആദ്യം അവിടെ. എങ്ങനെയുണ്ട്? മാതാശ്രീമാരായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതായത് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇതേപോലെ കൂടെ നിന്ന് വളം വെച്ച് കൊടുക്കണം. കിട്ടുന്ന പൈസയിൽ എന്തെങ്കിലും കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വായടപ്പിക്കുന്നതായിരിക്കും. എന്താണെന്ന് അറിയില്ല. എന്തായാലും മക്കൾ ചെയ്യുന്ന തെറ്റ് അത് തിരുത്തി കൊടുക്കുന്നതിന് പകരം വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തെറി പറയുന്ന മാതാശ്രീനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം. ഇവർ കുടുംബപരമായിട്ട് ഇതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ചങ്ങായിൻ്റെ നിങ്ങളെ ആരും കേൾപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. സത്യം പറയാലോ, അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് കേൾപ്പിക്കാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇതേപോലുള്ള വീഡിയോസാണ് ഇവൻ സ്വന്തം ചാനലിൽ കൊണ്ടുപോയിട്ട് ലൈവായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത്. എന്താ അല്ലേ? പഞ്ചാര വർത്തമാനം പറഞ്ഞ് വരുന്ന ആൺകുട്ടികളെ ഇതേപോലെ കണ്ണു അടച്ച് വിശ്വസിച്ച് 8ന്റെ പണി മേടിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാൽ ഇന്നും ഇതേപോലുള്ള ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതേപോലെ കൊഞ്ചിക്കുഴഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ വലയിൽ ചാടാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്നവരോട് എന്ത് പറയാനാണ്? ഇനിയെങ്കിലും ഒരുപാട് പേര് വരും. നിങ്ങൾ വിചാരിക്കും ഇവൻ പാവമാണ്, അല്ലെങ്കിൽ ഇവൻ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, എന്നെ കെയർ ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കും. എൻ്റെ പൊന്നുമോളെ അല്ലെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾ ചിന്തിക്കുക. ഇവൻ ഈ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ടൈമോ അല്ല. ഇവൻ ഇതേപോലെ നിങ്ങളെ കഴിഞ്ഞ് അടുത്ത ആളെ ഇതേപോലെ വിളിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്നതിൽ നിന്നും ഒന്നിനെ സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകുക, ആ ഒരു പരിപാടി തന്നെ ആയിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം തരുന്ന പോലെ തന്നെ കെയർ തരുന്ന പോലെ തന്നെ ഇവൻ ഇതേപോലെ ഒരുപാട് പേർക്കും കൊടുക്കുന്നുണ്ടാവും. വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ആരെങ്കിലും ഒരാൾ വന്നിട്ട് നല്ല സ്നേഹത്തിൽ വർത്താനം പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോകാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം 8ന്റെ പണി മേടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഞരമ്പന്മാർ വരുന്ന സമയത്ത് ആട്ടിപ്പായിക്കാനും ബ്ലോക്ക് ചെയ്യാനുമുള്ള ആ ഒരു തൻ്റെയിടം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കാണിക്കണം. അപ്പം ഇതേപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇവൻ്റെ വലയിൽ വീണിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവൻ റിമാൻഡിൽ വെച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് വലയിൽ വീണിട്ടുണ്ട്.
അതിൽ ഓരോന്നോരോന്നായിട്ട് ഇനി ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുറേ പേരെല്ലാം പേടിച്ചിട്ട് വരില്ല. കാരണം വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, ചിലമ്മമാർ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, ഇതൊക്കെ പേടിച്ച് പലരും വരില്ല. എന്നിരുന്നാലും ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചങ്ങായി കുറച്ച് നാൾ ജയിലിൽ കിടന്നിട്ട് ഇതേപോലെ കെയർ ചെയ്തിട്ട് സ്വന്തം ആരോഗ്യമൊക്കെ കെയർ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ എന്തായാലും നിശാലേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിശാലേട്ടനെ മാത്രമല്ല, നിശാലേട്ടനും നിശാലേട്ടൻ്റെ ഉമ്മയും ഭയങ്കര കട്ടയ്ക്ക് സപ്പോർട്ടാണ്. അതായത് മകനെ ഇത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാതാശ്രീനെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം.